വീണ്ടും ഒരിക്കൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്ന നഗരം ഏത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് വെനീസിൻ്റേതായിരിക്കും. മറ്റ് പല നഗരങ്ങളിലും പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വെനീസ് വ്യത്യസ്തമാണ്. വെനീസ് കരനഗരമല്ല, ജലനഗരമാണ്. വെള്ളത്തിൽ പണിതു നിർത്തിയ കെട്ടിടങ്ങൾ, വെള്ളത്തിൽ പണിതുയർത്തിയ ദേവാലയങ്ങൾ, ഗോപുരങ്ങൾ. നമ്മുടെ നാട്ടിൽ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങുന്നത് പോലെ അവിടെ വീട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. കനാലുകളുടെ ശൃംഖല, കനാലുകൾക്കുള്ളിൽ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഈ കനാലുകളിലൂടെ അതിസുന്ദരങ്ങളായ ഗൊണ്ടോളകൾ എന്ന പരമ്പരാഗത ജലവാഹനങ്ങൾ, സുന്ദരൻ ബോട്ടുകൾ, ഗ്രാൻഡ് കനാൽ എന്ന അവരുടെ ഹൈവേ. കണ്ടാൽ അത്ഭുതം തോന്നുന്ന ഒരു നഗരം, ഒരു ജലനഗരം. നിരവധിയായ ഹോളിവുഡ് സിനിമകൾക്ക് പശ്ചാത്തലമായ നഗരം. അവിടെ പോയി ഒരു 4-5 ദിവസം താമസിക്കുക എന്നത് ഏത് സഞ്ചാരിയുടെയും ഒരു സ്വപ്നമാണ്. ഈ വെനീസിൻ്റെ അത്ഭുത കാഴ്ചകളിലൂടെ, അവിടുത്തെ 10 പ്രധാന ഡെസ്റ്റിനേഷനുകളിലൂടെ ആണ് ഇത്തവണത്തെ സിറ്റി ടൂർ. ലോകത്ത് വെനീസിനെ പോലെ വെനീസ് അല്ലാതെ മറ്റൊന്നില്ല. ഇവിടെ തലങ്ങും വിലങ്ങും നീളുന്ന റോഡുകൾ നിങ്ങൾക്ക് കാണാനാവില്ല. കുതിച്ചു പായുന്ന കാറുകളും കാണില്ല. റോഡുകളുടെ സ്ഥാനത്ത് കനാലുകളാണ്. കനാലുകളിലൂടെ യാത്ര ചെയ്യാൻ പലതരം ജലയാനങ്ങളും. നമ്മുടെ നാട്ടിലെ മെയിൻ റോഡും പോക്കറ്റ് റോഡും ഇവിടെ എത്തുമ്പോൾ മെയിൻ കനാലും പോക്കറ്റ് കനാലുമായി മാറും. മെയിൻ ലാൻഡിൽ നിന്നുള്ള പാലത്തിന് സമീപം വരെ മാത്രമേ വെനീസിൽ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ട്യൂബിനുള്ളിലെ സഞ്ചാരം ഒന്നുകിൽ കാൽനടയായി വേണം, അല്ലെങ്കിൽ ജലവാഹനങ്ങളിൽ. പ്രധാന കനാലുകളുടെ എല്ലാം വശങ്ങളിൽ നടപ്പാതകളുണ്ട്. കനാലുകൾക്ക് കുറുകെ 100 കണക്കിന് പാലങ്ങളും. ഈ ഭൂമിശാസ്ത്രം കൊണ്ടാണ് വെനീസ് ലോകപ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായത്. എന്നാൽ വെനീസിന്റെ പ്രത്യേകതകൾ ഇവിടെ തീരുന്നില്ല. കനാലുകളുടെ നഗരമായ വെനീസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ സിറ്റി ടൂർ. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് വെനീസ് നഗരത്തിലെ പ്രധാനപ്പെട്ടതും വേറിട്ടതുമായ 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ഗ്രാൻഡ് കനാലാണ് ആദ്യം. അടുത്തത് റിയൽട്ടോ ബ്രിഡ്ജ്. തുടർന്ന് സെന്റ് മാർക്സ് സ്ക്വയറും സെന്റ് മാർക്സ് ബസലിക്കയും. അവിടെ നിന്നും ഡോജസ് പാലസിലേക്ക്. പിന്നെ തിയാത്രോ ലാ ഫെനീച്ചെ. തുടർന്ന് സാന്താ മരിയ ഡെല്ല സല്യൂട്ടെ, പോൺ ഡെല്ലെ ഗൂഗ്ലിയെ. തുടർന്ന് കാറസോനിക്കും. അവിടെ നിന്നും സാൻ ജോർജിയെ മഗിയോർ. അവസാനമായി റിവ ഡെഗ്ലി ഷിയാവോണി. വെനീസിന്റെ നട്ടെല്ലായ ഗ്രാൻഡ് കനാലിൽ നിന്നും നമുക്ക് യാത്ര തുടങ്ങാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിന്റെ ആകൃതിയിൽ നഗരത്തെ വിഭജിച്ചുകൊണ്ടൊഴുകുന്ന കനാലാണിത്. 30 മുതൽ 90 മീറ്റർ വരെ വീതിയുള്ള ഗ്രാൻഡ് കനാലിൽ നിന്നും ചെറു കനാലുകൾ വശങ്ങളിലേക്ക് നീണ്ടുപോകുന്നു. കച്ചവടത്തിലൂടെ വളർന്നു വന്ന നഗരത്തിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഈ കനാലിന്റെ തീരത്താണ്. ഗ്രാൻഡ് കനാലിലൂടെ യാത്ര ചെയ്താൽ വെനീസ് നഗരത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തെപ്പറ്റി ഏകദേശ രൂപം ലഭിക്കും. വെനീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആക്ടിവിറ്റിയും ഗ്രാൻഡ് കനാലിലൂടെയുള്ള യാത്രയാണ്. ഇതിനായി പലതരം ജലയാനങ്ങളുണ്ട്. വേപ്പറേറ്റോ എന്ന് വിളിക്കുന്ന പൊതുഗതാഗത സംവിധാനം സുലഭമാണ്.
എങ്കിലും ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുക്കേണ്ടത് പരമ്പരാഗത ജലയാനമായ ഗൊണ്ടോളയാണ്. വെനീസിലെ ഇടുങ്ങിയ കനാലുകളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വള്ളങ്ങളാണ് ഇവ. ഗൊണ്ടോളിയർ എന്ന് വിളിക്കുന്ന പരിശീലനം നേടിയ തുഴച്ചിൽക്കാരാണ് ഗൊണ്ടോളയെ നയിക്കുന്നത്. ഇനി നമുക്ക് വെനീസിലെ ചെറുതും വലുതുമായ നൂറുകണക്കിന് പാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ പാലം കാണാം. റിയൽട്ടോ ബ്രിഡ്ജ്. ഗ്രാൻഡ് കനാലിന് കുറുകെ ആദ്യമായി നിർമ്മിച്ച വലിയ പാലമാണിത്. 12ാം നൂറ്റാണ്ടിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്നായിരുന്നു തുടക്കം. ഇന്ന് കാണുന്ന പാലം 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. പാലം പൂർത്തിയായതോടെ വെനീസിലെ വാണിജ്യം ഈ പാലത്തിന് ചുറ്റുമായി കേന്ദ്രീകരിച്ചു. അങ്ങനെ ഈ പ്രദേശം പഴയകാല വെനീസിന്റെ ഹൃദയഭാഗമായി മാറി. ലളിതമെങ്കിലും മനോഹരമായ രൂപമാണ് പാലത്തിനുള്ളത്. കമാനാകൃതിയിലുള്ള സിംഗിൾ സ്പാൻ ഡിസൈൻ. കൊത്തുപണികളും ശില്പങ്ങളും പാലത്തിൽ കാണാം. കൈവരികൾക്കുമുണ്ട് ഭംഗിയുള്ള പ്രത്യേക പാറ്റേൺ. 2 നടപ്പാതകളാണ് പാലത്തിലുള്ളത്. മധ്യത്തിലുള്ള പ്ലാറ്റ്ഫോം ഇരുപാതകളെയും തമ്മിൽ ഇടനാഴിയിലൂടെ ബന്ധിപ്പിക്കുന്നു. ഇതിൽ ഒന്നിന്റെ ഇരുവശത്തും സുവനീർ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നു. പാലത്തിൽ നിന്നുകൊണ്ട് ഗ്രാൻഡ് കനാലിന്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നത് രസകരമായ അനുഭവമാണ്. നീണ്ടുപോകുന്ന ജലാശയം, ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന പൗരാണിക മന്ദിരങ്ങൾ, കനാലിലൂടെ സഞ്ചരിക്കുന്ന പലതരം ജലവാഹനങ്ങൾ, ഇങ്ങനെ പോകുന്നു ആ കാഴ്ചകൾ. അടുത്തത് വെനീസിന്റെ ഹൃദയം എന്ന് വിളിക്കാനാവുന്ന ചത്തുരമാണ്. സെന്റ് മാർക്ക് സ്ക്വയർ. ചത്തുരത്തോട് ചേർന്ന് നഗരത്തിലെ പ്രധാനപ്പെട്ട ദേവാലയമായ സെന്റ് മാർക്സ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം സെന്റ് മാർക്സ് ക്യാമ്പനീൽ എന്ന മണിഗോപുരവും. വെനീസിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന പോലെ ടൂറിസത്തിന്റെ കേന്ദ്രവും സെന്റ് മാർക്ക് സ്ക്വയറാണ്. നഗരത്തിൽ പല വഴികളിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ കണ്ട ശേഷം ടൂറിസ്റ്റുകൾ ഇവിടേക്കാണെത്തുക. അതിനാൽ ദിവസം മുഴുവനും ചത്തുരം ജനനിബിഡമായിരിക്കും. പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ചത്തുരത്തിനു ചുറ്റും. ഈ കെട്ടിടങ്ങളിൽ ധാരാളം സുവനീർ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ റെസ്റ്റോറന്റുകളിൽ ഇരിപ്പിടങ്ങൾ പുറത്താണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ലൈവ് സംഗീത പ്രകടനങ്ങളും ഉണ്ടാകും. സ്ക്വയറിൽ ഏറ്റവും അധികം ജനത്തിരക്കുള്ളത് സെന്റ് മാർക്സ് കത്തീഡ്രലിന്റെ പരിസരത്താണ്. കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച മുഖപ്പാണ് കത്തീഡ്രൽ മന്ദിരത്തിലെ പ്രധാന ആകർഷണം. വലിയ ചുവർചിത്രങ്ങളും ശ്രദ്ധേയമാണ്. ചർച്ചിനോട് ചേർന്നുള്ള സെന്റ് മാർക്സ് ക്യാമ്പനീലിന് 98.6 മീറ്റർ ഉയരമുണ്ട്. നഗരത്തിലെ ഏറ്റവും ഉയർന്ന നിർമ്മിതിയാണ് ഇത്. അതിനാൽ വെനീസിന്റെ ആകാശക്കാഴ്ച ആസ്വദിക്കാൻ പറ്റിയ ഇടവും. ടവറിനുള്ളിലെ വേഗമേറിയ ലിഫ്റ്റിൽ കയറി മുകളിലെ നിരീക്ഷണ ഗ്യാലറിയിലെത്താം. ചുവന്ന ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ നിരന്നു നിൽക്കുന്ന വെനീസിന്റെ പനോരമിക് ദൃശ്യങ്ങളാണ് ഒബ്സർവേഷൻ ഡക്കിലെത്തുമ്പോൾ കൺമുന്നിലേക്ക് വരിക. 5 വലിയ മണികളാണ് ക്യാമ്പനീലിൽ ഉള്ളത്.
വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത മണികൾ ഇവിടെ ഉപയോഗിച്ചിരുന്നു. ജോലി സമയം, അപകടം, സമ്മേളനം, പ്രാർത്ഥനായോഗം എന്നിവയെല്ലാം ജനങ്ങൾ അറിഞ്ഞിരുന്നത് മണി മുഴങ്ങുമ്പോഴാണ്. ഇനി വെനീഷ്യൻ ഭരണാധിപന്മാർ താമസിച്ചിരുന്ന കൊട്ടാരം സന്ദർശിക്കാം. സെന്റ് മാർക്ക് സ്ക്വയറിനോട് ചേർന്നുള്ള ഡോജസ് പാലസ്. ഡോജസ് എന്നത് സ്ഥാനപ്പേരാണ്. വെനീസ് ഭരിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രഭുവിന്റെ ഔദ്യോഗിക നാമം. ഒരു കാലത്തെ വെനീസിന്റെ പ്രൗഢി കൊട്ടാരത്തിലെങ്ങും കാണാൻ കഴിയും. ഗോഥിക് ശൈലിയിലുള്ള മനോഹരമായ ഡിസൈൻ. തൂണുകളുടെ നിരയാണ് മന്ദിരത്തിൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുക. പുറമേ അത്ര ധാരാളിത്തമില്ലെങ്കിലും ഉൾവശം അലങ്കാരങ്ങളാൽ സമ്പന്നമാണ്. കിടപ്പുമുറികളും ഹാളുകളും ഇടനാഴികളുമെല്ലാം ചുവർചിത്രങ്ങളും സ്വർണവർണ്ണത്തിലുള്ള കൊത്തുപണികളും കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ഓരോ മുറിയുടെയും ഡിസൈൻ ഓരോ തീമിലാണ്. കൊട്ടാരത്തോട് ചേർന്ന് തന്നെയാണ് പ്രമുഖരായ കുറ്റവാളികളെ പാർപ്പിച്ചിരുന്ന ജയിലുണ്ടായിരുന്നത്. ഭരണകൂടത്തിനെതിരെ തിരിയുന്ന പ്രഭുക്കളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെയാണ് ഇവിടെ തടവിലാക്കിയിരുന്നത്. വെനീസിലെ ഓപ്പറ ഹൗസായ തിയാത്രോ ലാ ഫെനീച്ചയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഒരു പ്രൗഢ നിർമ്മിതി. 1792 നിർമ്മാണം പൂർത്തിയായ ശേഷം 3 വട്ടം മന്ദിരം അഗ്നിക്കിരയായിട്ടുണ്ട്. 1996 അഗ്നിബാധയ്ക്ക് ശേഷം പഴയ ചിത്രങ്ങൾ പരിശോധിച്ച് പുതുക്കി നിർമ്മിച്ചതാണ് ഇപ്പോൾ കാണുന്ന മന്ദിരം. അലങ്കാരങ്ങളുടെ ബാഹുല്യമില്ലെങ്കിലും ഗാംഭീര്യം നിറഞ്ഞ രൂപകൽപ്പനയാണ് മന്ദിരത്തിൻ്റേത്. റോമൻ ശൈലിയിലുള്ള പില്ലറുകൾ മുഖപ്പിനെ ആകർഷകമാക്കുന്നുണ്ട്. പുറം ഭാഗം പോലെ തന്നെ ഉൾഭാഗത്തും ലളിതമായ എന്നാൽ ആഢ്യത്വം തുളുമ്പുന്ന രൂപമാണ് ഉള്ളത്. 1000-ലധികം പേർക്കിരിക്കാവുന്ന തിയേറ്റർ സ്വർണവർണ്ണത്തിലുള്ള കൊത്തുപണികളാൽ സമ്പന്നമാണ്. തിയേറ്ററിൽ കലാപരിപാടികൾ പതിവായി നടക്കുന്നുണ്ട്. പല പ്രസിദ്ധ ബാലെ ട്രൂപ്പുകളും തങ്ങളുടെ പുതിയ പ്രകടനങ്ങൾ ആദ്യമായി അവതരിപ്പിക്കാൻ തിയാത്രോ ലാ ഫെനീച്ചയാണ് തെരഞ്ഞെടുക്കാറ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനിയൊരു ചർച്ചാണ് സാന്താ മരിയ ഡെല്ലാ സെല്യൂട്ടെ. ഗ്രാൻഡ് കനാലിന്റെ തീരത്തുള്ള മുനമ്പിലാണ് ദേവാലയത്തിന്റെ സ്ഥാനം. 1630കളിൽ വെനീസിൽ സർവനാശം വിതച്ച പ്ലേഗിൽ നിന്നും രക്ഷപ്പെടാൻ പണിതുയർത്തിയ ദേവാലയമാണ് ഇത്. പകർച്ചവ്യാധിയിൽ നിന്നും നാടിനെ രക്ഷിക്കണമെന്ന് കന്യാമറിയത്തോട് അപേക്ഷിക്കുന്ന ശില്പം പ്രധാന അൾത്താരയിൽ കാണാനാകും. പ്രാർത്ഥന കേട്ട കന്യാമറിയം ഒരു മാലാഖയെ അയച്ച് വെനീസിനെ രക്ഷപ്പെടുത്തി എന്നാണ് ഐതിഹ്യം. യൂറോപ്പിലെ മറ്റ് പ്രസിദ്ധ ദേവാലയങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ അത്ര വലുതല്ല സാന്താ മരിയ ഡെല്ലാ സെല്യൂട്ടെ. എന്നാൽ കുംഭഗോപുരം ഒരു വലിയ മന്ദിരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോഴും ഈ ഗോപുരമാണ് ശ്രദ്ധാകേന്ദ്രം. വെനീസ് നഗരത്തിലെ പലയിടത്തു നിന്നും ഈ മനോഹര മകുടം ചക്രവാളത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ കഴിയും.
ഗംഭീരമായ അലങ്കാരങ്ങളും ശില്പങ്ങളും ദേവാലയത്തിന്റെ പുറം ഭാഗത്തെ ആകർഷകമാക്കുന്നുണ്ട്. അടുത്തതായി പോണ്ട് ദെല്ലെ ഗൂഗ്ലിയെ എന്ന മറ്റൊരു പാലം കാണാൻ പോകാം. ഗ്രാൻഡ് കനാലിൽ നിന്നും ആരംഭിക്കുന്ന ഇടകനാലായ കനാറെജിയോയ്ക്ക് കുറുകെയുള്ള പാലമാണ് ഇത്. വെനീസിലെ മറ്റു പാലങ്ങളെപ്പോലെ ഇതിനും കമാനാകൃതിയാണ്. ചുവന്ന ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പാലത്തിൽ അലങ്കാരങ്ങൾക്ക് വെളുത്ത നിറം നൽകിയിരിക്കുന്നു. ആഡംബരങ്ങൾ വളരെ കുറവ്. പോണ്ട് ദെല്ലെ ഗൂഗ്ലിയെ ഉൾപ്പെടുന്ന കനാറെജിയോ ഡിസ്ട്രിക്ട് തദ്ദേശീയർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയാണ്. പാലത്തിൽ നിന്നുകൊണ്ട് കനാലിന്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കാം. നാടൻ വിഭവങ്ങൾ വിൽക്കുന്ന റെസ്റ്റോറന്റുകളും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളും ഇവിടെയുമുണ്ട്. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ വഴികളിലൂടെ നടക്കാം. ഇനിയൊരു ആർട്ട് ഗാലറിയാണ്. ഗ്രാൻഡ് കനാലിന്റെ തീരത്തുള്ള കാറസോനിക്കോ. രാഷ്ട്രീയ പാരമ്പര്യം പോലെ തന്നെ സമ്പന്നമാണ് വെനീസിന്റെ കലാപാരമ്പര്യവും. ഒട്ടേറെ പ്രസിദ്ധരായ കലാകാരന്മാർ ഇവിടെ സ്ഥിരതാമസമാക്കി കലാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഭരണകൂടം അത്തരം കലാകാരന്മാരെ ആദരിക്കുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 18-ാം നൂറ്റാണ്ട് വരെയുള്ള സൃഷ്ടികളാണ് കാറസോനിക്കോ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരത്തിന്റെ പല കാലങ്ങളിലെ ദൃശ്യങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടും. അതിനാൽ നഗരത്തിന്റെ വളർച്ചയും കൂടി ഈ പ്രദർശനത്തിലൂടെ കണ്ടറിയാനാകും. മ്യൂസിയം ഒരുക്കിയിട്ടുള്ള മന്ദിരം തന്നെ ഒരു കലാസൃഷ്ടിയാണ്. മന്ദിരവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശന രീതിയാണ് കാറസോനിക്കോയിൽ സ്വീകരിച്ചിട്ടുള്ളത്. വെനീഷ്യൻ ചരിത്രത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇനി നമുക്കൊരു ദ്വീപ് സന്ദർശിക്കാം. സാൻ ജോർജിയെ മഗ്ഗിയോർ. മെയിൻ ഐലൻഡിൽ നിന്നും അല്പം മാറിയുള്ള ദ്വീപാണ് ഇത്. വെനീസിൽ നിന്നും ബോട്ടിൽ കയറി സാൻ ജോർജിയെ മഗ്ഗിയോറയിൽ എത്താനാകും. പല സാംസ്കാരിക സ്ഥാപനങ്ങളും ഈ ദ്വീപിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സാൻ ജോർജിയെ മഗ്ഗിയോർ ചർച്ച്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബെനഡിക്റ്റൻ ദേവാലയം. വെനീസിലെ മറ്റ് ദേവാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിപ്പം കൂടിയ ഹാളാണ് സാൻ ജോർജിയെ മഗ്ഗിയോർ ചർച്ചിന് ഉള്ളത്. വലിപ്പത്തിന്റെ പ്രൗഢി ഒഴിച്ചു നിർത്തിയാൽ ഇവിടെയും അലങ്കാരപ്പണികൾ കുറവാണെന്ന് കാണാം. വെനീഷ്യൻ ശൈലിയിലുള്ള മണിഗോപുരം ഒരു വശത്ത്. ചർച്ചിന് അഭിമുഖമായി ഒരറ്റത്ത് മനോഹരമായ ഒരു പാർക്കും ആംഫി തിയേറ്ററും ഉണ്ട്. പ്രസിദ്ധമായ 2 ആർട്ട് ഗ്യാലറികളും ദ്വീപിൽ പ്രവർത്തിക്കുന്നു. അവസാനമായി അഡ്രിയാറ്റിക് തീരത്തുള്ള ഒരു പ്രോമനേഡിലേക്കാണ് നമ്മുടെ യാത്ര. റിവ ഡെഗ്ലി ഷിയാവോണി. ഇവിടെ നിൽക്കുമ്പോൾ അഡ്രിയാറ്റിക് കടലും വെനീഷ്യൻ ആർക്കിടെക്ചറും ഗൊണ്ടോളയുമെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണാം. റിവ ഡെഗ്ലി ഷിയാവോണിയിലെ കല്ലുവിരിച്ച പ്രൊമനേഡിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കാം. തീരത്ത് നിരന്നു നിൽക്കുന്ന വെനീഷ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ അതിമനോഹരമാണ്. ഗൊണ്ടോളകളും അവയിലേക്ക് നീളുന്ന ചെറിയ പാലങ്ങളും പാരമ്പര്യ തനിമയുള്ള ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നു. ഇവിടെ നിന്നും ഗൊണ്ടോളയിൽ കയറി തീരത്തുകൂടി സഞ്ചരിക്കുകയും ചെയ്യാം. സീസൺ കാലത്ത് പ്രൊമനേഡിൽ നല്ല ജനത്തിരക്കുണ്ടാവും.
അപ്പോൾ സുവനീർ സ്റ്റോളുകൾ ഇവിടെ നിറയും. ചിത്രകാരന്മാരാണ് മറ്റൊരാകർഷണം. വെനീസിന്റെ കാഴ്ചകൾ പകർത്തിയ ക്യാൻവാസുകൾ വിൽക്കുന്നവരും കാരിക്കേച്ചർ രൂപങ്ങൾ വരച്ചു നൽകുന്നവരും കൂട്ടത്തിലുണ്ട്. കെട്ടിടങ്ങളുടെ താഴെയുള്ള നിലകളിൽ റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നു. പുറത്ത് നിരത്തിയിട്ടുള്ള കസേരകളിലിരുന്ന് കാഴ്ചകൾ ആസ്വദിച്ച് ഭക്ഷണം രുചിക്കാം. രാത്രിയിൽ വൈദ്യുത വിളക്കുകൾ തെളിയുന്നതോടെയാണ് റിവ ഡെഗ്ലി ഷിയാവോണി കൂടുതൽ ആകർഷകമാവുക. കനാലുകളുടെ നഗരമായ വെനീസിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നാം പൂർത്തിയാക്കിയത്. അഡ്രിയാറ്റിക് കടലിലെ ചെറു ദ്വീപിൽ വാണിജ്യത്തിലൂടെ വളർന്നു വന്ന ഈ നഗരം ഏതൊരാൾക്കും പുതിയ അനുഭവം തന്നെയായിരിക്കും. മനുഷ്യൻ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഈ കാലത്ത് മറ്റേതൊരു നഗരത്തെയും പോലെ ആധുനികവൽക്കരിക്കാൻ കഴിയുമായിരുന്നിട്ടും ഈ ജനത തങ്ങളുടെ സവിശേഷമായ സംസ്കാരം ഇവിടെ തനിമയോടെ കാത്തുസൂക്ഷിക്കുകയാണ്. എന്നിട്ട് ഈ കാഴ്ചകൾ കാണാനും പാരമ്പര്യം അറിയാനും വിനോദസഞ്ചാരികളെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തെവിടെയും കാണാം വെനീസിന്റെ പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന നഗരങ്ങളെ. നമുക്കുമുണ്ടല്ലോ ഒരു കിഴക്കിലെ വെനീസ്, ആലപ്പുഴ നഗരം. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണും വെനീസ് നഗരത്തിന്റെ സാംസ്കാരിക പ്രാധാന്യവും പ്രശസ്തിയും എത്രയാണ്.